മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപമാണ് വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഇന്നോവ കാർ കാട്ടാന ചവിട്ടി മറിച്ചത്. കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. RRT സംഘമെത്തി കാട്ടാനയെ തുരത്തി. സന്ദീപ് രാജാക്കാടിന്റെ റിപ്പോർട്ട്. മൂന്നാർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഇങ്ങനെ തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാഹനം മുമ്പോട്ട് പോകുന്ന വഴിയിൽ കാട്ടാന ഓടിയെത്തി വാഹനത്തിന് നേരെ ആക്രമിക്കുകയായിരുന്നു. വാഹനം വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് തേക്കടിക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിയിൽ ആന മേളിൽ നിന്ന് പുറേന്ന് ഇറങ്ങിപ്പോരായിരുന്നു. ഇറങ്ങി വന്ന് സഡൻലി ഞാൻ ബ്രേക്ക് ചവിട്ടിയായിരുന്നു. ബ്രേക്ക് ചവിട്ടി ഞാൻ വണ്ടി ഒഴിച്ചായിരുന്നു. നേരെ വന്നിട്ട് ഫസ്റ്റ് കുത്തുകയും ചെയ്തു, ചവിട്ടി മറിച്ചു വണ്ടി. എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ 4 പേര്, ഗസ്റ്റ് 4 പേര്, ടോട്ടൽ 5 പേര്. ഞാൻ മൂന്നാറിൽ നിന്ന്. ഈ ഗസ്റ്റ് എവിടെയുള്ള? ജർമ്മനിക്കാരാ. പരിക്ക് അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കേ ഉള്ളൂ. എന്നാലും അവർ ഒരു ഭയന്നു പോയി. അവർ ഭയങ്കരമായിട്ട് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവർ ഉടനെ തന്നെ എത്തിയായിരുന്നു. വിളിച്ചല്ല, അവർ വന്നു, ഓൾറെഡി വന്നു. അവർ എങ്ങോട്ടാ പോയി? താഴേക്കാ പോയെന്ന് പറയണേ. ഒരു പശുവിനെ എന്തോ ചവിട്ടി കൊല്ലുകയെന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുവഴി സ്ഥിരം പോകുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത് ഈ ടൈമിൽ ഇറങ്ങി വരുന്നത് വളരെ റയറാണ്. എന്നാൽ ഈ വാഹനം കണ്ടാൽ നമുക്കറിയാം വലിയ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ ഒരു ഭാഗം പൂർണ്ണമായി ഒരു വലിയ ആക്സിഡന്റ് നടന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയ്ക്ക് കൊമ്പിന് കുത്തിയ പാടുകളാണ്. ഈ കാണുന്നത് കൊമ്പ് കുത്തിയിരിക്കുന്ന പാടുകളാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രയധികം ഈ ആളുകൾക്ക് വലിയ കാര്യമായ പരിക്കില്ലാതെ പോയത് വലിയ ഭാഗ്യം എന്ന് വേണം നമുക്ക് പറയാൻ. ഈ ചവിട്ടിയ പാടുമുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കും. ഇത് വണ്ടി കുത്തിമറിച്ചതിന് ശേഷം ഇവിടെ ചവിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് മാത്രമല്ല, ഇതിനു മുമ്പും ഈ ഇരുചക്ര വാഹന യാത്രികർക്ക് നേരെയൊക്കെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിന് സമീപമൊക്കെ വെച്ച് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് നേരെയുള്ള ആക്രമണം ആദ്യമായിട്ടാണ്. പക്ഷേ കാട്ടാന മറ്റ് പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. RRT സംഘമെത്തി അവയെ മറ്റൊരു മേഖലയിലേക്ക് തുരത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായിരുന്നാലും മലയോര മേഖലയിൽ ആകെ തന്നെ വന്യജീവി ശല്യം രൂക്ഷമാകുന്നതിനൊപ്പം തന്നെ കാട്ടാനയുടെ ആക്രമണവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, ആനശല്യമുള്ള മേഖലകളിലേക്ക് അധികം പോകാതിരിക്കുക എന്നതുകൂടി നമ്മൾ യാത്രക്കിടയിൽ ശ്രദ്ധിക്കേണ്ടതാണ്.